നമസ്കാരം. ഞാൻ ടി സോമൻ. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞു. അവിടെ ഒരു മഹാസന്ദേശം ഗുരു ജനങ്ങൾക്ക് നൽകി. ജാതി ഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ലോകമെങ്ങും അംഗീകരിക്കേണ്ട, ലോകമെങ്ങും പ്രചരിപ്പിക്കേണ്ട മഹാസന്ദേശം. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ജനങ്ങളുടെ ആവശ്യപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. കേരളത്തിന് വെളിയിൽ മംഗലാപുരത്ത് ഗോകർണനാഥ ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പിന് വേണ്ടി പ്രത്യേകമായ കമ്മിറ്റികൾ രൂപം കൊണ്ടു. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി അരുവിപ്പുറം ക്ഷേത്രയോഗം വാവൂട്ട് സംഘം എന്ന പേരിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. അവിടെ ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു മലയാള പാഠശാല ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ക്ഷേത്രകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി, പൂജാകർമ്മങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാഠശാലയും ആരംഭിച്ചു. അറിവും പൂജയും മാത്രം പോരാ, ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, വരുമാനം ഉണ്ടാകണമെങ്കിൽ തൊഴിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു നെയ്ത്ത് ശാലയും അവിടെ ആരംഭിച്ചു. അങ്ങനെ മാനവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ അടിത്തറയിട്ടുകൊണ്ടാണ് ഗുരുദേവൻ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തെ ആകെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന കർമ്മ പദ്ധതികൾ, ഈശ്വരനെ പൂജിക്കുവാനും പ്രതിഷ്ഠിക്കുവാനുമുള്ള അധികാരം ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ്, ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ കീഴ്മേൽ മറിച്ചു. പൂജ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ജനസമൂഹത്തിൽപ്പെട്ടവരെ പൂജാകർമ്മങ്ങൾ പഠിപ്പിച്ച് അവർ ശാന്തിക്കാരാക്കി മാറ്റി. പ്രാകൃതമായ ആചാരങ്ങളും ആരാധനാക്രമങ്ങളുമാണ് ഈ ജനവിഭാഗങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നത്. അവർക്ക് ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ ശിവനെയോ സുബ്രഹ്മണ്യനെയോ പ്രാർത്ഥിക്കുവാനുള്ള അവകാശം ഇല്ല. അവർ ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് ആരാധന നടത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം മാടനെയും മറുതിയെയും യക്ഷിയെയും ഒക്കെ അവർ ദൈവങ്ങളായി കണക്കാക്കി പ്രാകൃതമായ ആരാധനാക്രമങ്ങൾ പിന്തുടരുകയായി. ജന്തുബലി നടത്തുന്നു, കൂടോത്രങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ആളുകളെ അത്തരം തെറ്റായ ആചാരങ്ങളിൽ നിന്നും ആരാധനാക്രമത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി ആണ് അവരെ പൂജാകർമ്മങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നോക്കൂ, പ്രതിഷ്ഠ നടത്താനുള്ള അധികാരം അവർക്കുണ്ടെന്ന് സ്ഥാപിച്ചു, പൂജ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് സ്ഥാപിച്ചു, പൂജാകർമ്മങ്ങൾ അവരെ പഠിപ്പിച്ചു. അങ്ങനെ അടിമുടി സമൂഹത്തെ ഉടച്ച് വാർക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. ലോകമെങ്ങും ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, എല്ലാ മഹാന്മാരുടെയും ജീവചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു തുള്ളി രക്തം ചൊരിയാതെ കണ്ട്, എതിരറിയാതെ സാമൂഹ്യ വ്യവസ്ഥിതിയെ ഉഴുതു മറിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത്.
എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.